ANS അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നഴ്സിംഗ് ക്ലൗഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ക്ലിനിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഉള്ളതുമായിട്ടുള്ള ABG അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ABG അനാലിസിസ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ABGയുടെ നോർമൽ വാല്യൂസ് ആണ് അല്ലേ. ഓൾറെഡി നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാവുന്നൊരു സാധനമാണ്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ pH 7.35 to 7.45, PCO2 35 to 45, PO2 80 to 100, അതുപോലെ തന്നെ ബൈകാർബ് 22 to 26 ഇങ്ങനെയാണ് വരുന്നത്. ഇതിനെല്ലാം ഓരോ യൂണിറ്റ്സ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ വാല്യൂ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് 4 തരത്തിലുള്ള ആസിഡ് ബേസ് ഇംബാലൻസ് ആണ് നിങ്ങൾ യൂഷ്വലി കേട്ടിട്ടുള്ളത്. റെസ്പിറേറ്ററി അസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ്, മെറ്റബോളിക് അസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്, ഇങ്ങനെ 4 കണ്ടീഷൻസിനുള്ള അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ കോമ്പൻസേറ്റഡും അൺകോമ്പൻസേറ്റഡോട് വരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കോമ്പൻസേറ്റഡ് അൺകോമ്പൻസേറ്റഡ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നോർമൽ വാല്യൂസ് നമ്മൾ പറഞ്ഞു, ഏതൊക്കെയാണ് ആസിഡ് ബേസ് ഇംബാലൻസ് വരുന്നത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ pHനെയും PCO2നെയും വെച്ചിട്ട് നമുക്ക് അസിഡോസിസും പറയണം, ആൽക്കലോസും പറയണം, റെസ്പിറേറ്ററി ആണോ മെറ്റബോളിക് ആണോ എന്ന് പറയണം. എന്നാൽ നമുക്ക് ജോലി കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് pH കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. pH കുറവാണോ എന്ന് നിങ്ങൾ നോക്കുക, വാല്യൂ നോക്കിയിട്ട് നോർമൽ വാല്യൂ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ pH കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ച് നോക്കലേ അത് അസിഡോസിസ് ആണ്. ഇനി pH കൂടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ദാറ്റ് ഈസ് ആൽക്കലോസിസ്. ഓക്കെ, അപ്പോൾ ആസിഡോസ് ആണോ ആൽക്കലോസ് ആണോ എന്ന് കിട്ടി. അതായത് നമ്മൾ ഒരു റെസ്പിറേറ്ററി അസിഡോസ് ആണോ റെസ്പിറേറ്ററി ആൽക്കലോസ് ആണോ എന്നൊക്കെ നോക്കുന്നതിൽ ആ 4 കണ്ടീഷൻസ് നോക്കുന്നതിൽ പകുതി നമുക്ക് കിട്ടി. ഇനി ബാക്കി പകുതിയും കൂടെ പഠിച്ചാൽ പോരെ അല്ലേ. അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ടത് റെസ്പിറേറ്ററി കണ്ടീഷനാണോ അല്ലെങ്കിൽ മെറ്റബോളിക് കണ്ടീഷനാണോ എന്ന് നമുക്ക് അറിഞ്ഞാൽ മതി അല്ലേ. അതിന് വേണ്ടിയിട്ട് റെസ്പിറേറ്ററി കണ്ടീഷൻ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ നോക്കേണ്ടത് സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ pH വാല്യൂവിനെയും PCO2 വാല്യൂവിനെയും നമ്മളൊന്ന് കണ്ണോടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ pH വാല്യൂവും PCO2 വാല്യൂവും നോക്കുമ്പോൾ രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് ഇരിക്കട്ടെ. അതായത് ഒന്ന് കൂടുമ്പോൾ വേറൊന്ന് കുറയും തിരിച്ച്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പിച്ച നോക്കലേ അതൊരു റെസ്പിറേറ്ററി കണ്ടീഷനാണ്. ഇനി നമുക്ക് മെറ്റബോളിക് കണ്ടീഷനാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ഒരു കാര്യം നോക്കിയാൽ മതി. pHനെ ആ ബൈകാർബിനെയും കൂടെ ചെവിക്ക് പിടിച്ചിങ്ങ് എടുക്കുക, വാല്യൂ നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ pHും ബൈകാർബും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് മെറ്റബോളിക് കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ pHും PCO2 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അത് റെസ്പിറേറ്ററി കണ്ടീഷൻ. pHും ബൈകാർബും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് കൂടുമ്പോൾ വേറൊന്നും കൂടുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് മെറ്റബോളിക് കണ്ടീഷനാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ABG അനലൈസ് ചെയ്യാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ pH ഒരു ABG തന്നിട്ടുണ്ടാവും, ഒരു ABGയുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ റെസ്പിറേറ്ററി അസിഡോസ് ആണോ റെസ്പിറേറ്ററി ആൽക്കലോസ് ആണോ മെറ്റബോളിക് അസിഡോസ് ആണോ മെറ്റബോളിക് ആൽക്കലോസ് ആണോ നോക്കണം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട്. നമുക്ക് സിമ്പിളായിട്ടുള്ള സാധനം പഠിച്ചിട്ട് കോംപ്ലക്സിലേക്ക് പോകും, അതല്ലേ എളുപ്പം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ABG ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. pH 7.25, ഇനി PCO2 50, അതുപോലെ തന്നെ ബൈകാർബ് 26, ഇതാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഫൈൻഡ് ഔട്ട് ദി ആസിഡ് ബേസ് ഇംബാലൻസ് എന്നോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 4 ഓപ്ഷനൊക്കെ തന്നിട്ടുണ്ടാകും. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇപ്പോൾ pH നമുക്ക് നോക്കാം. pH ഇവിടെ തന്നിരിക്കുന്നത് 7.25 ആണ്. നമ്മുടെ നോർമൽ വാല്യൂ നമ്മൾ പഠിച്ചതല്ലേ, pH 7.35 to 7.45. അപ്പോൾ pH കുറഞ്ഞല്ലോ, ശരിയല്ലേ. ഇനി pH കുറഞ്ഞപ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, അസിഡോസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അസിഡോസിസ് കണ്ടീഷൻ നമുക്ക് അവിടെ എഴുതി വയ്ക്കാം ആയേ. ഇനി റെസ്പിറേറ്ററി ആണോ മെറ്റബോളിക് ആണോ നമ്മൾ നോക്കിയാൽ പോരെ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്തൊക്കെ നോക്കും, റെസ്പിറേറ്ററി ആണോ നോക്കാൻ pHും PCO2 നോക്കണമെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ pH 7.25 ആണ്, PCO2 നമുക്ക് ഇവിടെ എത്ര 50ആണ്. അപ്പോൾ PCO2 കൂടി അല്ലേ. pH കുറഞ്ഞു, PCO2 കൂടി. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഒന്ന് കുറഞ്ഞപ്പോൾ വേറൊന്ന് കൂടി. ഏതിനെ പിടിക്കാം നമുക്ക്, റെസ്പിറേറ്ററിനെ പിടിക്കാം. ഓൾറെഡി അസിഡോസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഫ്രണ്ടിലോട്ട് എഴുതിക്കോ റെസ്പിറേറ്ററി. അപ്പോൾ റെസ്പിറേറ്ററി അസിഡോസിസ് കിട്ടിയില്ലേ, വളരെ സിമ്പിളല്ലേ. ഇതുപോലെ നമുക്ക് 4 ആസിഡ് ബേസ് ഇംബാലൻസും കണ്ടുകൂടെ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് കോമ്പൻസേറ്റഡ് അൺകോമ്പൻസേറ്റഡ് പഠിച്ചു കഴിഞ്ഞാൽ ABGയുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 100% എക്സാമിനും കിട്ടും. ഇനി ഒരു ABG നിങ്ങൾ ക്ലിനിക്സിൽ കണ്ടാൽ അത് തെറ്റത്തുമില്ല. ഓക്കെ അല്ലേ. സോ ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക, പഠിച്ചോളൂ. നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നെക്സ്റ്റിൽ വരുന്നതാണ്. താങ്ക് യു.